ഹേ ഗായ്സ്, ഇറ്റ്സ് മീ സുധീഷ് ലളിത. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നല്ലൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആപ്പിളിൻ്റെ എയർപോഡ് ഉപയോഗിക്കുന്നവർക്ക് നല്ലൊരു കേസ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഞാനത് ഉപയോഗിച്ചിട്ടില്ല, ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ട് പ്രൊഡക്റ്റ്. ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് എന്താണെന്നുള്ളത് നോക്കണം. ആമസോണിൽ നിന്നാണ് ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റിസിൻ്റെ ആർമർ കേസാണ്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഇതായിരുന്നു ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ്. ക്യാപ്റ്റിസിൻ്റെ ആർമർ കേസിൻ്റെ എയർപോഡിൻ്റെ കേസാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 599 ആണ്. ഞാൻ ആമസോണിൻ്റെ ഫ്രീഡം സെയിലിൻ്റെ സമയത്ത് വാങ്ങിയിട്ടുണ്ടായതാണ്. അപ്പോൾ എനിക്ക് 499 കിട്ടി. അപ്പം അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, ഡാമേജ് ഒന്നും വരാതിരിക്കാൻ. നല്ലൊരു കാർഡ്ബോർഡ് ബോക്സിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് വന്നിട്ടുള്ളത്. സേഫ്റ്റി പ്രൊഡക്റ്റിന് ഡാമേജ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ കാർഡ്ബോർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് കവറിനകത്ത് നല്ല രീതിയിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിന് ബില്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയിട്ടുള്ളത് 499 ആണ്. ഇപ്പം ഇതിൻ്റെ വില 599 ആണ്. ഓഫർ സമയത്ത് എടുത്തുകൊണ്ട് കിട്ടിയതാണ്. അതൊന്ന് നോക്കുക, അടക്ക് കുറയുമായിരിക്കും. പക്ഷെ നല്ല രീതിയിൽ തന്നെ ഒരു പാക്ക് ചെയ്തിട്ടുണ്ട്. ഫൈനലി അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇതാണ് പ്രൊഡക്റ്റ്. അത്യാവശ്യം ബോക്സെല്ലാം നല്ല ക്വാളിറ്റിയിലെ ബോക്സാണ്. അകത്തുള്ള അവസ്ഥ അറിയില്ല. ഇതിന് കല്ലോ മറ്റോ വന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം ഓഫർ നല്ല ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. റിങ് ഇവിടെ റിങ്ങില്ല. അതാണ് എൻ്റെ കീ ചെയിൻ ബുക്ക്. ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ളൊരു കീ ചെയിൻ ബുക്കാണ്. ഞാൻ കുറേ എയർപോർട്ടിൻ്റെ കവറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം പെട്ടെന്ന് പോകുന്നുണ്ട്. ഇങ്ങനത്തെ കീ ചെയിൻ ബുക്കുകളെല്ലാം പെട്ടെന്ന് നശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇതെനിക്ക് തോന്നുന്നു അത്യാവശ്യം നിൽക്കും. കാരണം നല്ലൊരു കട്ടിയുണ്ട്. അത്യാവശ്യം നീറ്റും ക്ലീനുമായിട്ട് ഫിനിഷ് ചെയ്തൊരു സാധനമാണ്. ഇതാണ് അതിൻ്റെ ടോപ്പ് കവറ്. ഇതിൽ ഉള്ളിൽ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്ക് ചെയ്ത് നല്ല രീതിയിൽ നിൽക്കാൻ പെട്ടെന്ന് ഇളകി വരാതിരിക്കാനുള്ള രീതിയിൽ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതൊരു മാഗ്നറ്റ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് വെച്ചായിരിക്കും ഇതിൻ്റെ ലോക്കിംഗ് സെറ്റപ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ലോക്കിംഗ് സെറ്റപ്പ് എങ്ങനെയായിരിക്കും വരിക നമ്മളത് ഇപ്പോൾ നോക്കിയാലായിരിക്കും മനസ്സിലാവുക അല്ലേ. ഇതിനും മാഗ്നറ്റ് വരുന്നുണ്ട്, ഇതിൻ്റെ പോർഷനും മാഗ്നറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി സ്റ്റിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും ലോക്കായിട്ട് നിൽക്കുന്ന സംവിധാനം. ഇവിടെ എക്സ്ട്രാ ഒരു ബട്ടൺ പോലെ കൊടുത്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് തുറന്നെടുക്കാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇതിൻ്റെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ അടിയിൽ വെക്കാനുള്ളതാണോ? ഇത് ഉപയോഗിക്കാത്ത സമയത്തേക്ക് നമുക്ക് എടുത്ത് വെക്കേണ്ട സാധനമായിരിക്കും. ഓക്കെ, നമുക്കെന്തായാലും പ്രൊഡക്റ്റ് നമ്മുടെ എയർപോഡിന് സ്യൂട്ടബിൾ ആണോ എന്നുള്ളതൊന്ന് നോക്കാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ പിന്നെ ഇതിനൊരു ലോക്ക് ബട്ടൺ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല കട്ടിയുണ്ട്. സോഫ്റ്റ് TPU ബോഡി എല്ലാം ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ ലോക്ക് സെറ്റപ്പ് കൊടുത്തത് കൊണ്ട് തന്നെ എയർപോർട്ട് അറിയാതെ നമ്മൾ തന്നെ വീണ് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഡ്രോപ്പായി പോയാൽ താഴേക്ക് വീണ് പോയി കഴിഞ്ഞാൽ
സാധാരണയുള്ള കേസുകൾ കണ്ടുവരുന്ന വെച്ചാൽ എയർപോഡ് നമ്മളിൽ താഴെ വീണിട്ടുണ്ടെങ്കിൽ ഇതപ്പോൾ തന്നെ ഓപ്പൺ ആയിട്ട് ഇതിനകത്തുനിന്ന് നമ്മുടെ ഇയർബഡ്സ് ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്, മീൻസ് തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതിനകത്തൊരു ലോക്ക് മാഗ്നറ്റ് സെറ്റപ്പ് വന്നതുകൊണ്ട് ഇത് താഴെ വീണ് കഴിഞ്ഞാലും ഈ കവറിനുള്ളിൽ സേഫായിട്ട് ഇത് ഉണ്ടാവും എന്നുള്ളതാണ് ഒരു മെയിൻ ഫീച്ചറായിട്ട് പറയുന്നത്. അറിയില്ല, ഇതിപ്പം സെറ്റ് ചെയ്തിട്ട് താഴെ ഇട്ട് നോക്കേണ്ടി വരും ഇത് പോകുന്നില്ല, അതിൻ്റെ ധൈര്യം എനിക്കില്ല. പിന്നെ നമുക്ക് ഈ കവർ ഇട്ട് കഴിഞ്ഞാലും ചാർജ് ചെയ്യാനുള്ള ഒരു ഹോള് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ പവർ ബട്ടണുള്ള ഒരു സ്വിച്ചിൻ്റെ ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് എൻ്റെ എയർപോഡിന് സൂട്ടബിൾ ആണോ എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇതിനകത്ത് നമ്മളിതിൻ്റെ സ്വിച്ചും കാര്യങ്ങളും കറക്റ്റ് നോക്കിയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യുക. ഓക്കെ, അത് ഓക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ബ്ലൂട്ടൂത്ത് പാർട്സും ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മാഗ്നറ്റ് വെച്ച് ഇപ്പോൾ ലോക്കായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ പഴയ കേസിൻ്റെ പ്രശ്നം വെച്ചാൽ ഈ മുകളിലത്തെ ഈ പാർട്സ് ഇടയ്ക്കിടയ്ക്ക് തുറന്നു വന്നുകൊണ്ടിരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് തന്നെ തുറക്കില്ല, അതിൻ്റെ ലോക്കിംഗ് സംവിധാനം ഉള്ളതുകൊണ്ട് ഈ ലോക്ക് പ്രസ് ചെയ്താലാണ് തുറന്നു വരിക. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല കട്ടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഏകദേശം അങ്ങനെ കീ ചെയിൻ ഹുക്ക് കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. നല്ലുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടിയുണ്ട്. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഹാർഡ് കേസ് ശരിക്കും തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം, പോയി വാങ്ങുക. ഇത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതിനൊക്കെ വ്യത്യാസം തോന്നുന്നത് മറ്റു കവറിനുള്ള ഇതിൻ്റെ ബോട്ടം പാർട്സിനാണ് ഇതിൻ്റെ കീ ചെയിൻ ഹുക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു പാർട്സ് എപ്പോഴും ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇളകിപ്പോകാനുള്ള സാധ്യതകൾ മറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരുവിധം എല്ലാ കേസുകളിലും ഈ ഒരു പ്രശ്നം ഞാൻ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനെ എനിക്ക് തോന്നുക ബോട്ടം പീസിനും ടോപ്പ് പീസിനും രണ്ടിനും ഈ കീ ചെയിൻ ഹുക്ക് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വെറുതെ ഓപ്പൺ ആവാൻ സാധ്യതയില്ല. അത് തുറന്നു കഴിഞ്ഞാലും ഉണ്ടോ അതിനകത്തൊരു കണക്ഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമായിട്ട് ഊരി പോവില്ല, എപ്പോഴും ഇതിൽ തന്നെ കിടക്കും. അത് നല്ലൊരു ഗുണമാണ് കേട്ടോ. ഈ കീ ചെയിൻ ഹുക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്തത് എന്തായാലും അടിപൊളിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വാങ്ങിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായത്. അപ്പോൾ നല്ല പ്രൊഡക്റ്റ് കേട്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. താല്പര്യമുള്ളവർ വാങ്ങുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.